നമുക്ക് തുടങ്ങുന്ന ഈ സമയത്ത് ഒന്ന് രണ്ട് ദൈവവചനം വായിക്കണം എന്നൊരു പ്രേരണ ഉള്ളതുകൊണ്ട് വായിക്കുകയാണ്. നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയം ഈ ഭൂമിയിലെ നിത്യതയിലും എത്രമാത്രം നമുക്ക് അനുഗ്രഹപ്രദമാണെന്ന് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. റോമാലേഖനം 1:16 ആദ്യം വായിക്കുന്നത്. പൗലോസ് പറയാണ്, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. നാം കേൾക്കുന്ന സുവിശേഷം നമ്മുടെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. റോമാലേഖനം 10:17 കൂടെ നമുക്ക് വായിക്കാം. അത് നമ്മുടെ POC ബൈബിളിലെ ട്രാൻസ്ലേഷനേക്കാൾ കുറച്ചുകൂടെ അർത്ഥവത്തായിരിക്കുന്നത് കാത്തലിക് ലിവിംഗ് ബൈബിളിലാണ്. അതാണ് വായിക്കുന്നത്. ഫെയ്ത്ത് കംസ് ഫ്രം ലിസണിങ് ടു ദിസ് ഗുഡ് ന്യൂസ്, ദ ഗുഡ് ന്യൂസ് അബൌട്ട് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവാണ് സുവിശേഷം. ആ സുവിശേഷം കേൾക്കുന്നത് വഴി വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നാം പോകും. ഇവിടെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്താണ് വിശ്വാസം? തിരുസഭയുടെ മതബോധ ഗ്രന്ഥം 150 വളരെ ഹ്രസ്വമായ ഒരു വ്യാഖ്യാനം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. CCC 150: വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. ഈ മണിക്കൂറിൽ നാം കർത്താവിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ നാം ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഒരു പടി കൂടി വളരുകയാണ് എന്നത് നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കുകയും പ്രത്യാശിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, കൊരിന്ത്യർക്ക് എഴുതുന്ന 2-ാമത്തെ ലേഖനത്തിന്റെ 2 കൊരിന്ത്യസ് 11:4-5 അതൊരു ഗുരുതരമായ, വളരെ സീരിയസ് ആയ ഒരു വാണിംഗ് ആണത്. 2 കൊരിന്ത്യസ് 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. 2 കൊരിന്ത്യസ് 4-ാം അധ്യായം 4-ാം വാക്യം. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദർശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സ് അന്ധമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അനേകം പേർക്ക് സുവിശേഷം സ്വീകാര്യമാകാത്തത്, ആകർഷകമാകാത്തത്, അതിൽ മടുപ്പ് തോന്നുന്നത്? കൃത്യമായ കാരണം പറഞ്ഞിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ദേവൻ പിശാച് അവിശ്വാസികളെ മനസ്സിനെ അന്ധമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കും സുവിശേഷത്തിന്റെ സുവിശേഷം സ്വീറ്റായിട്ട്, അത് എത്ര കേട്ടാലും വിശപ്പും ദാഹവും തീരാത്തതായി തോന്നണമെങ്കിൽ ഈ ലോകത്തിന്റെ ദേവന്റെ പ്രവർത്തികളെ നമ്മൾ പ്രതിരോധിക്കണം. സുവിശേഷം കേൾക്കുന്നവരെല്ലാം അടുത്ത് വന്നവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷം കേൾക്കുന്നതിന് മുമ്പായിട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതും, പ്രത്യേകിച്ച് അന്ധകാശക്തികളെ ബന്ധിച്ച് പൂട്ടിക്കെട്ടി പ്രാർത്ഥിക്കുന്നത്. നമുക്കിപ്പോ അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സാത്താന്റെ പ്രവർത്തികൾ നശിപ്പിക്കാൻ വന്ന എന്റെ സർവശക്തമായ അധികാരത്തിൽ ഈ സുവിശേഷത്തിന്റെ പ്രകാശം അത് പൂർണ്ണതയിൽ ദർശിക്കാതിരിക്കാൻ ഞങ്ങളുടെ മനസ്സിനെ അന്ധമാക്കുന്ന സർവ്വ തിന്മ ശക്തി ആധിപത്യങ്ങളെയും പ്രഭുത്വങ്ങളും അധികാരങ്ങളെയും കർത്താവ് യേശു നൽകിയ അധികാരം വെച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ പാദത്തിലേക്ക് ആട്ടിപ്പായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മകളും ഞങ്ങളെ വിട്ടുപോകണം. സുവിശേഷത്തിന്റെ പ്രകാശം ഞങ്ങൾ പൂർണ്ണമായി ദർശിക്കാൻ ഇടയാകട്ടെ. ഈശോയുടെ നാമത്തിൽ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഇന്ന് 2-ാമത്തെ ചാപ്റ്ററിലേക്ക് പതുക്കെ പ്രവേശിക്കുകയാണ്.
യേശു ക്രിസ്തുവാണ്. നമ്മൾ ചെറുപ്പം മുതലേ യേശു ക്രിസ്തു യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് ഈ രണ്ട് വാക്കും രണ്ടാണെന്നുള്ളത് നമുക്ക് പലപ്പോഴും ശ്രദ്ധയിൽ വരാറില്ല. രണ്ട് വാക്കുകളാണ്, രണ്ട് സ്ഥാനപ്പേരുകളുമാണ്. അതുകൊണ്ട് അതേപ്പറ്റി ഒരു ആമുഖമേ ഇന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഒരു ആമുഖ ചിന്ത അതിന് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ചെറുതായിട്ട് അതിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ് യേശുവിന്റെ വംശാവലി വിവരിക്കുന്നത്. നമുക്കത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വംശാവലി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മത്തായി 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. അബ്രാഹത്തിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അപ്പോൾ യേശുവിനെ തുടക്കത്തിൽ തന്നെ, സുവിശേഷത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ യേശുവിനെ ക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് അവിടെ ശ്രദ്ധിക്കുന്നത് നമ്മൾ. വീണ്ടും ആ വംശാവലിയുടെ മുന്നോട്ട് പോകുമ്പോൾ മത്തായി 1:16 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശുവിന്റെ ജനന വാർത്ത സ്വർഗത്തിൽ ദൂതന്മാർ ആട്ടിടയരെ അറിയിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്കായി മിശിഹ, ക്രിസ്തു, ഈ രണ്ട് വാക്കും പരസ്പരം മാറി ഉപയോഗിക്കുന്നതാണ്. മിശിഹ എന്ന വാക്ക് ഹീബ്രു ഭാഷയിലെ വാക്കാണ്. അതിന് തത്തുല്യമായ ഗ്രീക്ക് ഭാഷയിലെ വാക്കാണ് ക്രിസ്തു. അപ്പോൾ അവിടെ പറയുകയാണ്, 2-ാം അധ്യായം 11-ാം വാക്യം, നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു അല്ലെങ്കിൽ മിശിഹ ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധത്തിൽ നമ്മൾ ഇതേപ്പറ്റി ഒരു പരാമർശം ഉള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തിരുസഭയുടെ മതബോധം 437-ാം ഖണ്ഡികയിലാണ് ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന മിശിഹ അഥവാ ക്രിസ്തു പിറന്നിരിക്കുന്നു എന്നാണ് യേശുവിന്റെ പിറവിയെ പറ്റി മാലാഖ ആട്ടിടയരെ അറിയിച്ചത്. മതബോധനത്തിൽ 438-ാമത്തെ ഖണ്ഡികയിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, യേശു അപ്പം ഈ മിശിഹ അല്ലെ ക്രിസ്തു എന്ന വാക്കിനർത്ഥം നമ്മൾ ഒന്ന് ഓർത്തിരിക്കണം. അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. അഭിഷേകം ചെയ്യപ്പെട്ടവൻ. പഴയ നിയമകാലത്ത് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ചിലപ്പോൾ പ്രവാചകന്മാരെയും പ്രത്യേകമായി അഭിഷേകം ചെയ്യുമായിരുന്നു. അഭിഷേകം ചെയ്യുക എന്നതിന് അർത്ഥം പ്രത്യേകമായ ഒരു തൈലം കൊണ്ട് ആ വ്യക്തിയുടെ ശിരസിൽ പൊതിയുക അല്ലെങ്കിൽ പൂശുക. രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അപ്രകാരം ചെയ്യുമായിരുന്നു. അപ്പൊ യേശു തന്നെയും തൻ്റെ പരസ്യത്തിന് മുമ്പ് എന്താ അവിടെ യോർദാനിൽ സംഭവിച്ചതെന്ന് മതബോധം പറയുന്നത് പ്രകാരമാണ്. 438 വായിക്കാം. യേശുവിന്റെ മെസ്സിയാനിക അഭിഷേകം അവിടുത്തെ ദിവ്യ ദൗത്യം വെളിപ്പെടുത്തുന്നു. ക്രിസ്തു എന്ന നാമം അഭിഷേകം ചെയ്തവൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, പരികർമ്മം ചെയ്യപ്പെട്ട അഭിഷേകം എന്നിവ അർത്ഥമാക്കുന്നു. അഭിഷേകം ചെയ്തത് പിതാവ്, അഭിഷിക്തനായത് പുത്രൻ, അഭിഷിക്തനായത് അഭിഷേകം തന്നെയായ പരിശുദ്ധാത്മാവിനാൽ.
അവിടുത്തെ സനാതന മെസ്സിയാനിക അഭിഷേകം അവിടുത്തെ ഭൗമിക ജീവിതകാലത്ത് സ്പഷ്ടമായത് സ്നാപക യോഹന്നാനിൽ നിന്ന് അവിടുന്ന് മാമോദിസ സ്വീകരിച്ചപ്പോഴാണ്. ഇപ്പൊ യേശുവിന്റെ മാമോദീസ സ്നാപകനിൽ നിന്ന് സ്വീകരിച്ചത് അനുതാപത്തിന്റെ സ്ഥാനമാണെങ്കിൽ ആ സമയത്ത് സ്വർഗം ഇടപെടുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് യേശുവിനെ അഭിഷേകം ചെയ്തു, ക്രിസ്തു ആക്കി മാറ്റി, അഭിഷിക്തനാക്കി മാറ്റി. ഈ ധൈര്യത്തിലാണ് തുടർന്ന് ഉടൻ തന്നെ ഈശോ നസറത്തിലെ സിനഗോഗിൽ ചെന്ന് പതിവുള്ള സാവത്തിലെ വായനയ്ക്ക് എഴുന്നേറ്റ് നിന്നപ്പോൾ ഏശയ്യായുടെ ചുരുളാണ് യേശുവിന് കൊടുക്കപ്പെട്ടത്. യേശു അത് നിവർത്തിയപ്പോൾ കണ്ടത് 61-ാം അധ്യായമാണ് ഏശയ്യായുടെ. അത് എഴുതിയിരിക്കുന്ന ഭാഗം നമുക്കെല്ലാം പരിചിതമുള്ളതാണല്ലോ. ഈശോ പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാനും ബന്ധിതരെ മോചിപ്പിക്കാനും തടവുകാരെ സ്വതന്ത്രരാക്കാനും ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതാണ് മതബോധം എന്ന് പറയുന്നത്. അവിടുത്തെ സനാതന മെസ്സിയാനിക അഭിഷേകം അവിടുത്തെ ഭൗമിക ജീവിതകാലത്ത് സ്പഷ്ടമായത് സ്നാപക യോഹന്നാനിൽ നിന്ന് അവിടുന്ന് മാമോദിസ സ്വീകരിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിയാൽ അഭിഷേകം ചെയ്തു. അവിടുത്തെ മിശിഹായായി ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അപ്പോൾ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും യോർദാനിൽ പ്രവർത്തിച്ചത് നസറത്തുകാരനായ യേശു എന്നറിയപ്പെടുന്ന വ്യക്തിയെ ഇസ്രായേലിന്റെ മിശിഹായായി, ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായായി അവതരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എന്തായിരുന്നു ഇസ്രായേലിന്റെ പ്രതീക്ഷ? മിശിഹായെ പറ്റിയുള്ള ഇസ്രായേലിന്റെ ആശയം എന്തായിരുന്നു? യഹൂദന്മാർക്ക് സജീവമായ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, മിശിഹ വരുമെന്നതായിരുന്നു. മിശിഹായെ പഴയ നിയമം അവതരിപ്പിക്കുന്നത് ശക്തനായ ദൈവമായിട്ടും ദാവീദിന്റെ വംശത്തിൽ നിന്ന് പിറക്കുന്നവനുമായിട്ടുമാണ്. ശക്തനായ ദൈവം, അതോടൊപ്പം തന്നെ ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്ന് വരുന്നവൻ. അവിടെ രണ്ട് ആശയങ്ങൾ കാണുന്നു. ഒന്ന്, ദാവീദിന്റെ വംശപരമ്പരയിൽ വരുന്നവൻ സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യൻ എന്നാണ്. ശക്തനായ ദൈവം, ആ വാക്ക് സൂചിപ്പിക്കുന്നത് ദൈവത്വമാണ്. അപ്പോൾ വരാനിരിക്കുന്ന മിശിഹ ഒരേ സമയം ദൈവവും മനുഷ്യനും ആയിരിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചു. ഇസ്രായേലിന്റെ പ്രതീക്ഷ എന്ന ആ വാക്ക് ഉപയോഗിക്കും. ഇസ്രായേലിന്റെ പ്രതീക്ഷ അവരുടെ ജീവിതത്തിലെ കഷ്ടതകളുടെയും തകർച്ചകളുടെയും ദുരിതത്തിന്റെയും രോഗത്തിന്റെയും, നമുക്കറിയാവുന്ന പോലെ 40 വർഷത്തെ മരുഭൂമിയിലെ വാസത്തിന്റെയും, വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും വസ്ത്രം ഇടാനും സാധിക്കാത്ത അവസ്ഥയിലൊക്കെ അവർക്കുണ്ടായിരുന്ന ഒറ്റ പ്രതീക്ഷ, മിശിഹ വരും. സമരിയാക്കാരി പാപനിയായ സ്ത്രീക്ക് പോലും അവൾ തകർന്ന ജീവിതം നയിക്കുമ്പോഴും അവളുടെ പ്രതീക്ഷ മിശിഹായിലാണ്. അതുകൊണ്ടാണ് യാക്കോബിനെ കരയിരിക്കുന്ന യേശു മിശിഹായാണെന്ന് മനസ്സിലാക്കാതെ ആ സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ അവൾ പറയുന്നുണ്ട്, മിശിഹ വരും, അവർ വരുമ്പോൾ ഞങ്ങളെ എല്ലാം പഠിപ്പിച്ചു തരും. ഉടനെ ഈശോ അവളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ്. മിശിഹ എന്ന് കേട്ടതോടുകൂടി ആ സ്ത്രീയുടെ ജീവിതം മുഴുവൻ അടിമുടി മാറുകയാണ് അവിടെ വെച്ച്. അവൾ ആ ക്ഷണത്തിൽ രൂപാന്തരപ്പെട്ടു. ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന ആ രക്ഷകനായി നിൽക്കുന്നത് മിശിഹ. പാപത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കുന്നവനാണ് മിശിഹ. ഇതായിരുന്നു ഇസ്രായേലിന്റെ പഴയ നിയമ ജനതയുടെ കാഴ്ചപ്പാടതായിരുന്നു. മിശിഹ വരും. അപ്പോൾ ഓരോ ഇസ്രായേൽക്കാരനും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്, മിശിഹ വരും, മിശിഹ വരും, മിശിഹ വരും, മിശിഹ വരും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈശോയെ മത്തായി തന്റെ സുവിശേഷം എഴുതുമ്പോൾ തന്നെ തുടക്കത്തിൽ, കാരണം ഈശോ മത്തായി എഴുതിയ സുവിശേഷം ആർക്കു വേണ്ടിയുള്ളതാണ്? യഹൂദരിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളായി മാറിയ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്.
അതുകൊണ്ടാണ് അവർക്ക് യേശുവിനെ മത്തായി അവതരിപ്പിക്കുന്ന ക്രിസ്തുവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വംശാവലിയിൽ തന്നെ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട സന്ദർഭം ഈ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് കർത്താവ് ചോദിക്കുന്ന ചോദ്യം, അത് നമ്മുടെ ഈ ഈ ഈ വിഷയത്തിന്റെ ഒരു പൊതു ഇൻട്രൊഡക്ഷൻ ആണല്ലോ. കേസറിയ ഫിലിപ്പിൽ വെച്ച് കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാര് പറഞ്ഞു, ഒരു പ്രവാചകൻ, ആരെങ്കിലും ഒരു പ്രവാചകൻ, ഏലിയ അതുപോലെയുള്ള. പക്ഷെ അതിനുശേഷം ഈശോ എടുത്ത് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിന് അവർ കൊടുത്ത മറുപടി ശ്രദ്ധിക്കാം. ഇങ്ങനെയാണ് മത്തായി പറയുന്നത്. ഇങ്ങനെയാ, 3 പേരും പറയുന്നത് അല്പ വ്യത്യാസമുണ്ട്. മത്തായി 16:16 മത്തായി 16:16 അവിടെ പറയുന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ പത്രോസിന്റെ മറുപടി ചുരുക്കി പറയുകയാണെങ്കിൽ, നീ ക്രിസ്തുവാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ എന്നത് വിശേഷണമാണ്, അഡ്ജക്റ്റീവാണ്. ഉത്തരം ഇതാണ്, യു ആർ ദ ക്രൈസ്റ്റ്, നീ ക്രിസ്തുവാണ്. മർക്കോസ് അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. മർക്കോസ് 8:29 പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ലൂക്ക 9:20 പാരലൽ ടെക്സ്റ്റ് ആണ്. ലൂക്ക 9:20 പത്രോസ് മറുപടി പറഞ്ഞു, ദൈവത്തിന്റെ ക്രിസ്തു. അപ്പൊ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ലൂക്കായുടെ വേർഷനിൽ പത്രോസ് കൊടുത്ത മറുപടി ഇങ്ങനെയാ, ദൈവത്തിന്റെ ക്രിസ്തു. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ ഒരു തീവ്രവാദിയായിരുന്നു. യഹൂദ മതത്തിന്റെ വിശ്വാസം സംബന്ധിച്ച് തീവ്രവാദിയും തീഷ്ണവാദിയുമായിരുന്നു. ഈ പൗലോസിന്റെ മാനസാന്തരത്തിന് ശേഷം പൗലോസിന്റെ ബോധ്യം അതാണല്ലോ പ്രസംഗിക്കുന്നത്. വിശേഷ പ്രഘോഷകൻ ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ അനുഭവവും രക്ഷയുടെ ബോധ്യവുമാണ് പറയുന്നത്. അതേപ്പറ്റി അപ്പോസ്തല പ്രവൃത്തിയിൽ 9 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 9-ാം അധ്യായം 20 മുതൽ വാക്യങ്ങളിൽ, വൈകാതെ, അപ്പോൾ നമുക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ട, പക്ഷെ അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, സാവുൾ ഡെമാസ്കസിൽ പ്രസംഗിക്കുന്നതാണ്. നമുക്കറിയാം, ഡെമാസ്കസിലേക്ക് പോയതിനു വേണ്ടിയാ. ജെറുസലേമിലുള്ള സകല ക്രൈസ്തവരെയും പിടികൂടി ബന്ധിച്ച് ജയിലിൽ അടച്ചു. അതിനുശേഷം ഡെമാസ്കസ് ഡിസ്ട്രിക്ട് മാറുകയാണ്, അവിടെയും കൂടെ പോവുകയാണ്. അവിടെ പോയിട്ട് അവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും പിടികൂടി ബന്ധിച്ച് ജയിലിലടയ്ക്കാൻ പോകുന്ന ആ പോക്കിനാണ് ഇടയ്ക്കാണ് മാനസാന്തരം സംഭവിക്കുന്നത്. ആ ഹെഡിങ്ങിൽ നോക്കുക, ആ പൗലോസ് ഡെമാസ്കസിൽ പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. എന്താ? ക്രൈസ്തവരെ കൊല്ലാൻ, ക്രൈസ്തവ കേന്ദ്രമാണ്, അവിടെ ചെന്ന് കൊല്ലാൻ പോയ ആളോ അവിടെ എന്താ പ്രസംഗിക്കുന്നത്? 20-ാം വാക്യം, വൈകാതെ യേശു ദൈവപുത്രനാണെന്ന് സിനഗോഗുകളിൽ അവൻ പ്രഘോഷിച്ചു തുടങ്ങി. കേട്ടവരെല്ലാം വിസ്മയിച്ച് പറഞ്ഞു, ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ നശിപ്പിച്ചവൻ ഇവനല്ലേ? ഇവിടെയും അവരെ ബന്ധിച്ച് പ്രധാന പുരോഹിതന്മാരുടെ പക്കലേക്ക് കൊണ്ടുപോകാനല്ലേ ഇവൻ വന്നിരിക്കുന്നത്? അപ്പൊ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവൻ അഭിനയിക്കുകയായിരിക്കും. യേശുവിനെ പ്രസംഗിച്ച് അപ്പൊ ആൾക്കാരെ വിശ്വസിക്കുന്നവരെ കണ്ടുപിടിക്കാൻ പറ്റും. അവരെ കൂട്ടത്തോടെ പിടികൂടി കൊണ്ടുപോകാനായിരിക്കുമെന്ന് അവർക്ക് അപ്പോഴും തോന്നിപ്പോവുകയാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ, 22-ാം വാക്യത്തിൽ പറയാണ്, സാവൂളാകട്ടെ മേൽക്കുമേൽ ശക്തിപ്പെട്ട് യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ഡമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദരെ ഉത്തരം മുട്ടിച്ചിരുന്നു. അപ്പൊ യഹൂദരുടെ പ്രതീക്ഷ മിശിഹ വരും നമുക്കറിയാം. പക്ഷേ ഈ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന യേശുവാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവരെ പോലെ ഡമാസ്കസിലെ യഹൂദന്മാരെക്കാൾ അങ്ങേയറ്റം തീഷ്ണമതിയും യഹൂദമതത്തോട് വിശ്വസ്തനുമായിരുന്ന സാവൂൾ ഇപ്പൊ പറയാണ്, അല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഈ യേശുവാണ് നമ്മുടെ പൂർവികന്മാർ അബ്രാഹം മുതൽ ഇസഹാക്ക് മുതൽ സകല പ്രവാചകന്മാരും
കാത്തിരുന്ന ആ രക്ഷിതാവ്, ആ മിശിഹ, ആ അഭിഷിക്തൻ, ആ ക്രിസ്തു ഇവനാണെന്ന് പൗലോസ് വാദിക്കുകയാണ്. യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിച്ചെന്നാ പറയുന്നത്. തെളിയിച്ചു കൊടുത്തു, പ്രൂവ് ചെയ്യാണ്. തെളിയിച്ചുകൊണ്ട് ഡമാസ്കസിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. യേശുവിന്റെ വിചാരണ നമുക്ക് എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 61 മുതൽ യേശുവിന് രണ്ടു തരം സ്ഥലങ്ങളിലാണ് വിചാരണ ചെയ്യപ്പെട്ടത്. ഒന്ന് മതകോടതിയിലാണ്, രണ്ടാമത്തത് സെക്യുലർ കോടതിയിലാണ്. മതകോടതിയിലെ വിചാരണ നടത്തിയത് സൻഹദ്രീൻ സംഘമാണ്. യഹൂദന്മാരുടെ 72 പേരുള്ള യഹൂദന്മാരുടെ സുപ്രീം കോടതി എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. 72 വിശിഷ്ട അംഗങ്ങളാണ് ആ സൻഹദ്രീൻ സംഘത്തിലുള്ളത്. അവരാണ് പരമാധികാരമുള്ള സഭ. അപ്പൊ അവിടെയാണ് കർത്താവിനെ വിധിക്കുന്നതിന്റെ കാരണം കർത്താവിനെ വധിക്കാനുള്ള വിധി പുറപ്പെടുവിക്കാൻ അവർക്ക് അധികാരമില്ലെങ്കിലും അതിലേക്ക് ഒരുക്കണം. അതിനുവേണ്ടി അവർ മനഃപൂർവ്വം കർത്താവിനെ വിധിക്കുന്നത് മർക്കോസ് 14-ൽ നമ്മൾ കാണുകയാണ്. 61 മുതൽ വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. മർക്കോസ് 14, 61 മുതൽ വാക്യങ്ങൾ. 60 മുതൽ വായിക്കാം. മഹാപുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു, ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ? യേശു നിശബ്ദനായിരുന്നു, മറുപടി ഒന്നും പറഞ്ഞില്ല. മഹാപുരോഹിതൻ വീണ്ടും അവനോട് ചോദിച്ചു, നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? മഹാപുരോഹിതന് വേറെ ഒന്നും അറിയണ്ട. യേശുവിനെ വധശിക്ഷ വിധിക്കാനുള്ള കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ക്രിസ്തു ആണെന്ന് പറയാൽ മഹാപുരോഹിതൻ രക്ഷപ്പെട്ട് കിട്ടും. കാരണം എന്താണ്? ദൈവദൂഷണം. അതുകൊണ്ട് ചോദിക്കുകയാണ്, നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു, ഞാൻ ആകുന്നു. ഉടനെ തുടർന്ന് എഴുതപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ആകുന്നു പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഈശോ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു, മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ മരണാർഹനെന്ന് അവരെല്ലാവരും വിധിച്ചു. യേശു വരാനിരുന്ന മിശിഹായാണ്, ക്രിസ്തുവാണ് എന്ന് സമ്മതിച്ചേറ്റ് പറഞ്ഞതാണ് അവിടുത്തെ കുരിശ് മരണം കൽപ്പിച്ചു കൊടുക്കാനായിട്ട് അവരെ നിർബന്ധിക്കുന്നത്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത്, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് വീണ്ടും പോകാം. കാസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ചുണ്ടായ ആ സംഭാഷണത്തിലേക്ക് നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. അവിടെ പത്രോസ് പറഞ്ഞു, 16:16, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതിനോട് ഈശോ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശമേൻ, നീ അനുഗ്രഹീതൻ. എന്തെന്നാൽ മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഇപ്പൊ പത്രോസിന്റെ ആ അറിവ്, യേശു ക്രിസ്തുവാണെന്നുള്ള ആ അറിവ്, അത് സ്വർഗത്തിൽ നിന്നുള്ള വെളിപാട് തന്നെയാണ് എന്ന് ഈശോ അംഗീകരിച്ച് ഏറ്റു പറയുന്നു. എന്നിട്ട് അതിനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്, വലിയ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ പണിയും. നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അടുത്ത വാക്യം ശ്രദ്ധിക്കണം നമ്മൾ.
അനന്തരം താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് അവൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. എന്തേ പറഞ്ഞപ്പോ കണ്ടില്ലേ, മഹാപുരോഹിതനോട് പറഞ്ഞപ്പോ കണ്ടല്ലോ, ഉടനെ പിടിച്ചു ബന്ധിച്ചു. അപ്പൊ യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞു പോയാൽ പ്രശ്നമാകും. അതുകൊണ്ട് അത് പറയാൻ സമയമായിട്ടില്ല. കർത്താവിന് ഈ ഭൂമിയിൽ വെച്ച് പ്രഘോഷിക്കേണ്ടത് മുഴുവൻ പ്രഘോഷിച്ച് കഴിയണം, ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്തു തീർക്കണം. അതിനുശേഷം കർത്താവ് തന്നെ പറഞ്ഞോളും ക്രിസ്തുവാണെന്ന്. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ക്രിസ്തുവാണെന്ന കാര്യം മാത്രം ആരോടും പറഞ്ഞേക്കരുത്. അതാണൊരു കാരണം. വേറൊരു കാരണം, ഈ മിശിഹായെ പറ്റി യഹൂദന്മാർക്ക് തെറ്റായൊരു ധാരണയുണ്ടായിരുന്നു. ഒരു വലിയ ശക്തനായ ഒരു ചക്രവർത്തി, അവൻ വന്ന് നീതി സ്ഥാപിക്കുന്ന ഒരുത്തൻ. അപ്പൊ കൊല്ലേണ്ടവരെ കൊല്ലും, തള്ളേണ്ടവരെ തള്ളും. അങ്ങനെ സർവാധികാരിയായ ഒരു 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 മിശിഹായെ പറ്റി അവർക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇത് ശിഷ്യന്മാർക്ക് പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവിന്റെ ഈ പീഡാസകനവും മരണവും ഉത്ഥാനത്തിന് ശേഷം പോലും ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇപ്പോഴാണോ നീ രാജ്യം പുനഃസ്ഥാപിക്കുന്നത്? അപ്പോൾ മിശിഹ എന്ന് പറയുന്നത് ഒരു ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ വാങ്ങിത്തരുന്ന, ഈ ഭൂമിയിലെ ജീവിതം സന്തുഷ്ടവും ആനന്ദകരവുമാക്കി തീർക്കുന്ന ഒരു രാജാവ് എന്നൊരാശയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടെയാണ് ഈശോ ഈ മത്തായി 16:20 പറയുന്നത്, ഞാൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയണ്ട. കാരണം ഈ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് ആളുകൾ ക്രിസ്തുവാണെന്ന് പറഞ്ഞു പോയാൽ ക്രിസ്തുവിനെ പിന്നെ നോക്കാൻ പോകുന്നത് അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണല്ലോ ഓർക്കുന്നില്ലേ, കർത്താവ് 5 അപ്പം അത്ഭുതകരമായി വർദ്ധിപ്പിച്ച് 5000 പേര് തെറ്റിയിട്ട് അന്ന് ആൾക്കാരെ പറഞ്ഞു വിട്ട് പിറ്റേ ദിവസം പതിവിൽ കവിഞ്ഞ് കർത്താവ് വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ സ്ഥലത്തെത്തി വന്നിരിക്കുകയാണ്. അപ്പൊ കർത്താവ് അവരെ ശാസിക്കുന്നുണ്ട്, നിങ്ങളിപ്പോ വന്നതിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം തിന്ന് നിങ്ങൾ അപ്പം തിന്ന് വയറ് നിറച്ച സന്തോഷം കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, അല്ലാതെ ഞാൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന അടയാളങ്ങൾ കണ്ടത് കൊണ്ടൊന്നുമല്ല. അതായത് നിങ്ങൾ എന്നിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയൊന്നുമല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ തിന്നാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അവര് കർത്താവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കിയെന്നും പറയുന്നുണ്ട്. അവിടെ ബലമായി പിടിച്ച് കർത്താവിനെ രാജാവാക്കാൻ കർത്താവ് അവിടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. ആ കാരണം എന്താണ്? രാജാവെന്ന് അവര് പ്രതീക്ഷിച്ചിരുന്നത് ഏത് തരം രാജാവിനെയാണ്? എല്ലാം അടിച്ചൊതുക്കി നീതി സ്ഥാപിക്കുന്ന ഒരു 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 സാമൂഹ്യ പരിഷ്കർത്താവ്. അതല്ല മിശിഹ. മിശിഹായുടെ അർത്ഥം വേറെയാണ്. മിശിഹായുടെ യഥാർത്ഥ അർത്ഥം വേറെ ആയതുകൊണ്ടാണ് കൊണ്ടുകൂടിയാണ് അവരോട് പറയുന്നത്, നിങ്ങൾ ഈ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് കൊണ്ട് ആൾക്കാർ അങ്ങനെ എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല, അതിനല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 549 കൂടെ വായിക്കണം. 549 CCC 549 വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളുടെ ചങ്കിലെ ചോര കൊണ്ട് തന്നെ എഴുതി വെക്കേണ്ടതാണ്. പുസ്തകത്തിൽ കിടന്നാൽ പോലെ. പുസ്തകത്തിൽ ഞാൻ വായിക്കാം. CCC 549. ബിഷപ്പ്, അനീതി, രോഗം, മരണം മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ വിമോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു. ആ വാക്ക് ശ്രദ്ധിക്കുക, മെസ്സിയാനിക. നേരത്തെ പറഞ്ഞില്ലേ, മിശിഹ. അതിൽ നിന്ന് വരുന്ന വാക്കാണ് മെസ്സിയാനിക. അപ്പം ഈശോ 5 അപ്പം വർദ്ധിപ്പിച്ചു, അനേകരുടെ വിശപ്പ് ഞൊടിയിടയിൽ മാറ്റിക്കൊടുത്തു, അനീതി പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, രോഗം മാറ്റുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? അടയാളങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും വായിക്കുകയാണ്, വിശപ്പ്, അനീതി, രോഗം, മരണം മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ വിമോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? യോഹന്നാൻ 20, 30, 31 എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനാണെന്ന് അവർ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി
അവർ നിത്യജീവൻ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യേശുവിനെ ഒരു ഭൗതിക ഭരണകർത്താവും രാജാവുമായി കാണരുത്. ഭൗതിക ജീവിതത്തിന് ഐശ്വര്യം നൽകാൻ വേണ്ടി വന്നവനല്ല അവൻ. അവൻ അതിനേക്കാൾ ഉയർന്ന ഒരു ലക്ഷ്യമുണ്ട്. അതാണ് അടുത്ത വാക്യത്തിൽ വായിക്കാൻ പോകുന്നത്. വിശപ്പ്, അനീതി, രോഗം മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ മോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു. എന്നിരുന്നാലും ഇവിടെ ഭൂമിയിലെ സർവ്വവിധ തിന്മകളും ഇല്ലാതാക്കുവാനല്ല പ്രത്യുത ഏറ്റവും വലിയ ദാസ്യത്തിൽ നിന്ന്, അതായത് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുവാനാണ് അവിടുന്ന് സമാഗതനായത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഈ ലോകത്തിലെ തിന്മകൾ ഇല്ലാതാക്കാനല്ല യേശു വന്നത്, മറിച്ച് മനുഷ്യനെ ഏറ്റവും വലിയ തിന്മയായ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാനാണ് വന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ് പാപത്തിന്റെ ദാസ്യമാണ് മനുഷ്യരുടെ ദൈവമക്കൾ പദവിയെ ധ്വംസിക്കുന്നതും സർവവിധ മാനുഷിക ബന്ധനത്തിലേക്കും അവരെ നയിക്കുന്നതും. അപ്പൊ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ധ്യാനം കൂടുന്നതും പുതിയ പുതിയ അനുഷ്ഠാനങ്ങൾക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാ? ഈ ഭൂമിയിലെ ഭൗമിക ജീവിതത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിനെ താറടിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഈ മനുഷ്യനെ കൊണ്ട് സാധിക്കും. സമ്പത്തും ആരോഗ്യവും ഒക്കെ മനുഷ്യന് നേടാൻ സാധിക്കും. സമ്പത്ത് മനുഷ്യന് നേടാൻ സാധിക്കും. രോഗം സുഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് സാധിക്കും. പക്ഷെ പാപത്തിന്റെ ദാസ്യം മാറ്റാൻ ആർക്ക് സാധിക്കും? അതാണ് പരമോന്നതമായ രക്ഷ, പരമോന്നതമായ നന്മ, പരമോന്നതമായ സൗഭാഗ്യം, പരമോന്നതമായ അനുഗ്രഹം. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇപ്പൊ തൽക്കാലത്തെ സന്തോഷം. അതാണ് ഇവിടെ സഭ പഠിപ്പിക്കുന്നത്. കണ്ടോ, പാപത്തിന്റെ ദാസ്യമാണ് മനുഷ്യരുടെ ദൈവമക്കൾ പദവിയെ ധ്വംസിക്കുന്നതും സർവവിധ മാനുഷിക ബന്ധനങ്ങളിലേക്ക് നയിക്കുന്നതും. അപ്പൊ അതുകൊണ്ടാണ് ഈ മിശിഹായെ പറ്റി ഈ അന്നത്തെ യഹൂദന്മാർക്കും യേശുവിന്റെ ശ്രോതാക്കൾക്കും ഉണ്ടായിരുന്ന ഈ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇത്രയും വായിച്ചല്ലോ. അതായത് താൻ ദൈവപുത്രനാണ്, താൻ ക്രിസ്തുവാണെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് അത് വളരെ സന്തോഷമായി. അത് പിതാവിന്റെ തന്നെ വെളിപാടാണെന്ന് പറയുന്നു. പത്രോസ് തന്നെ പ്രത്യേക സമ്മാനവും കൊടുക്കുന്നു. അതിനുശേഷം ഇനി പറയാൻ ശ്രദ്ധിക്കുക. എപ്പോൾ മുതൽ യേശു ക്രിസ്തുവാണെന്ന് ശിഷ്യന്മാര് സമ്മതിച്ച് ഏറ്റുപറയുന്ന നിമിഷം മുതൽ, അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടി ഇരിക്കുന്നുവെന്നും, ജെറുസലേമിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അർത്ഥമുണ്ട്. കുരിശേ മരിക്കാൻ പോവുക എന്ന അർത്ഥം. ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്ന എപ്പോഴെല്ലാം ബൈബിൾ എഴുതിയിട്ടുണ്ട് അവിടെയൊക്കെ അർത്ഥം കുരിശുമരണത്തെ സ്വാഗതം ചെയ്യാൻ പോകുന്നെന്നാണ്. തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും, ആ 3 ഗണം യഹൂദന്മാരുടെ നേതാക്കന്മാര് ആരൊക്കെയാണ്? ശ്രേഷ്ഠന്മാര്, പ്രധാന പുരോഹിതന്മാര്, നിയമജ്ഞര്. അവരിൽ നിന്ന് വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്ന് ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. അപ്പൊ ആരാണ് മിശിഹ എന്ന് പറഞ്ഞു കൊടുക്കുക? ആരാണ് മിശിഹ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മിശിഹ ആരാണെന്ന്. സഫറിംഗ് സെർവന്റ് ആണ്. നമ്മളെപ്പം കഴിയുമ്പോൾ ആ ടെക്സ്റ്റ് നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകൻ ക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പാണ് യെശയ്യാ പ്രവചനം നടത്തിയത്. ആ സമയത്ത് തന്നെ മിശിഹ ആരാണെന്ന് യെശയ്യാ പറയുന്നുണ്ട്. യെശയ്യാ ദൈവിക ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് പറയാണ് മിശിഹ എന്ന് പറയുന്ന ആള് പീഡയേറ്റ് മനുഷ്യകുലത്തിന് വേണ്ടി മരിക്കുന്ന രക്ഷകനാണ്. അതാണ് ഈശോ ഇവിടെ. പത്രോസ് ക്രിസ്തുവാണെന്ന് പറഞ്ഞു. പക്ഷെ പത്രോസിന് അറിഞ്ഞുകൂടാ എന്താണ് ക്രിസ്തു, ആരാണ് ക്രിസ്തു, അതിന്റെ അർത്ഥം എന്താണ് പത്രോസ് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ കൃത്യസമയം ആ സമയത്ത് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഈശോ. അതിന് മുമ്പും പറയുന്നതിൽ പിന്നീടും പറയുന്നത് ആ സമയത്താണ് പറയുന്നത്. എന്താണ്? ഇതാണ് അർത്ഥം, ഞാൻ വധിക്കപ്പെടും. അത് യഹൂദന്മാർ മിശിഹായ്ക്ക് വേണ്ടി രാവും പകലും ആറ്റുനോറ്റ് കാത്തിരുന്ന ജനത്തിന്റെ നേതാക്കന്മാർ തന്നെയാണ് അവര് തന്നെ എന്നെ കഷ്ടപ്പെടുത്തും, പീഡിപ്പിക്കും, വധിക്കും. ഇതിന് പത്രോസിന്റെ മറുപടി എന്തായിരുന്നു നമുക്ക് നോക്കാം. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ
ഇതൊരിക്കലും നിനക്ക് ഭവിക്കാതിരിക്കട്ടെ. അപ്പൊ പത്രോസ് എന്താ പറയുന്നത്? ക്രിസ്തു എന്നതിന്റെ ശരിയായ അർത്ഥം പത്രോസ് സ്വീകരിക്കാൻ തയ്യാറല്ല. ക്രിസ്തു ആരായാലും മനുഷ്യകുലത്തിന് പാവപരിഹാരത്തിനായിട്ട് പീഡയേറ്റ് മരിച്ചു ഉയർക്കേണ്ടവനാണ് ക്രിസ്തു. അത് പത്രോസ് ഉൾക്കൊള്ളുന്നില്ല. കർത്താവിനെ തടസ്സപ്പെടുത്തി. ഈ സാത്താൻ എന്ന വാക്കിന് ലിറ്ററൽ മീനിങ് ദൈവത്തിന്റെ വഴികളിൽ തടസ്സമുണ്ടാക്കുന്നവനാണ് സൈറ്റൻ. ദൈവത്തിന്റെ വഴികളിൽ തടസ്സമുണ്ടാക്കുന്നവനാണ് സൈറ്റൻ എന്ന വാക്കിന്റെ അർത്ഥം, സാത്താൻ. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഈശോയോട് പത്രോസ് വളരെ ഈശോയുടെ ജീവിതത്തിന് ഒരു പോറൽ വെക്കാതിരിക്കണമെന്ന രീതിയിൽ ഈശോയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടെയാണ് പത്രോസ് പറയുന്നത്. പക്ഷെ യേശുവിന്റെ സ്വരം മാറിയപ്പോ 23-ാം വാക്യം യേശു പറഞ്ഞു, സാത്താനെ, നീ എന്റെ പിന്നിലോട്ട് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്, തടസ്സമാണ്. കാരണം നീ ചിന്തിക്കുന്നത് ദൈവിക കാര്യങ്ങളല്ല, മാനുഷിക കാര്യങ്ങളാണ്. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നീ ചിന്തിക്കുന്നത് ദൈവിക കാര്യങ്ങളല്ല, മാനുഷിക കാര്യങ്ങളാണ്. ഒരുപാട് ആഴമേറിയ അർത്ഥം ഒരു കൊച്ചു വാചകത്തിലുണ്ട്. അത് നോട്ട് ചെയ്യിക്കുക, നിങ്ങൾ ഓരോരുത്തരും ധ്യാനിക്കുക. എന്താണ് കർത്താവ് പറയുന്നത് ഇവിടെ? നീ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നത്, നീ പ്രതീക്ഷിക്കുന്നത് മാനുഷിക കാര്യങ്ങളാണ്, ദൈവിക കാര്യങ്ങളല്ല. എന്താണ് ദൈവിക കാര്യം? ഈ ക്രിസ്തു എന്ന് അവൻ ഏറ്റുപറഞ്ഞ ആള് സർവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഒരു കുറ്റവും ഒരു ചെയ്യാത്തവൻ പാടുപീടയേറ്റ് സഹിച്ച് മരിക്കണം. നമ്മൾ നോമ്പ് കാലത്തിന്റെ തുടക്കത്തിൽ ബിൻസി സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ഈ നോമ്പ് കാലത്തിന്റെ ആ ഫസ്റ്റ് തുടക്ക ദിവസം നിലയ്ക്ക് ചിന്ത നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും. നമ്മൾ തുടർന്ന് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. യെശയ്യാ സന്ദർഭത്തിലാണ് നമ്മൾ യെശയ്യായുടെ പുസ്തകത്തിലെ 53-ാം അധ്യായത്തില് യെശയ്യാ ആരായിരിക്കുമെന്ന് ക്രിസ്തു ജനിച്ചിട്ട് പോലുമില്ല, അതിനു മുമ്പേ യെശയ്യാ പ്രവചിക്കുകയാണ്. 53-ാം അധ്യായം മുഴുവനും യെശയ്യായെ പറ്റിയുള്ള പ്രവചനമാണ്. അതിൽ നമ്മൾ 5ഉം 6ഉം വാക്യങ്ങൾ ആദ്യം വായിക്കാം. യെശയ്യാ 53, 5, 6. എന്നാൽ നമ്മുടെ 4 കൂടെ വായിക്കാം. നമ്മുടെ രോഗങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്. നാമോ അവൻ ശിക്ഷിക്കപ്പെട്ടവനും ദൈവത്താൽ പ്രഹരിക്കപ്പെട്ടവനും ദണ്ഡിക്കപ്പെട്ടവനുമാണെന്ന് കരുതി. എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്, നമ്മുടെ അകൃത്യങ്ങൾ മൂലമാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. നമ്മുടെ ഐശ്വര്യത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായിരുന്നു, അവന്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യമുണ്ടായി. അപ്പൊ മത്തായി ശ്ലീഹ യേശുവിന്റെ വംശാവലി അവതരിപ്പിക്കുമ്പോൾ അബ്രാഹത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ, കർത്താവായ ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ മത്തായി കാണുന്ന എന്താ? യേശുവിന്റെ അതിദാരുണമായ സഹനം, അതിദാരുണമായ കുരിശുമരണം, ഉത്ഥാനം. ഇതാണല്ലോ നമ്മൾ ഈ നോമ്പ് കാലത്തിന്റെ മർമ്മപ്രധാനമായ രഹസ്യം. യേശുവിന്റെ അത് വെറുതെ ധ്യാനിക്കൽ മാത്രമല്ല, നമ്മൾ കുർബാനയിൽ ഈ ദനഹാക്കാലത്തെ കുർബാനയിലെ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. സമാപന പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, അങ്ങയുടെ പീഡാസഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും ഞങ്ങളെ പങ്കാളികളാക്കിയല്ലോ. ഇപ്പോ ഭർത്താവിന്റെ ഒരു സഹോദരിയുടെ ഭർത്താവ് അതികഠിനമായ രോഗത്താൽ കടന്നു പുളയുമ്പോൾ എങ്ങനെയാണ് ഭാര്യ പങ്കാളിയാകുന്നത്? കുറെ നോക്കി നിന്നാ മതിയോ? വിഷമിക്കണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ. ആ മനുഷ്യന്റെ ആ വേദന ഈ ഭാര്യ എന്ന നിലയ്ക്ക് ഈ വ്യക്തി
അവളുടെ ഹൃദയത്തിൽ മുഴുവനും ഒപ്പിയെടുക്കും. അത് ആ ഭർത്താവ് അനുഭവിക്കുന്നത് ശരീരത്തിലാണെങ്കിൽ ഭാര്യ എന്ന നിലയ്ക്ക് അതിനേക്കാളും തീവ്രമായി അത് ആത്മാവിലും മനസ്സിലനുഭവിച്ചു. ഈ മാതാവിന്റെ സഹനത്തെ പറ്റി 2 സുനദോസിന്റെ പ്രമാണ്ടക 56 പഠിപ്പിക്കുന്നത് അതാണ്. അതേപ്പറ്റി ജോൺ ബോണ്ടാന്മാർപ്പോ പറയുന്നുണ്ട്, ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ മറിയം ആ കുരിശിന്റെ മറുഭാഗത്ത് തറയ്ക്കപ്പെടുന്നുണ്ട്. ആന്തരിക അർത്ഥത്തിൽ ആത്മന പറയുമ്പോൾ ഈശോയുടെ ശരീരത്തിലേറ്റ ആ ഒരു വാക്ക് നമ്മൾ ഇതാ ഉപയോഗിക്കുന്നത്, അവർണ്ണനീയമായി എന്ന് വെച്ചാൽ വർണ്ണിക്കാൻ പറ്റുകയല്ലത്. നമുക്ക് ഭാവന കാണാൻ പോലും പറ്റുകയില്ല. കർത്താവിന്റെ കയ്യിലും കാലിലും ഉലക്ക പോലത്തെ ഇരുമ്പാണിൽ അടിച്ചു കയറ്റിയപ്പോഴും ചമ്മട്ടി കൊണ്ട് കർത്താവിന്റെ ശരീരം മുഴുവനും തല്ലി തകർത്തപ്പോഴുണ്ടായ വേദന നമുക്ക് ഊഹിക്കാൻ പറ്റുക. മെൽ ജിബ്സന്റെ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ ആദ്യം ഇറങ്ങി 2006 അത് സിനിമാ തിയേറ്ററിൽ പോയി. ഞാൻ അമേരിക്കയിൽ ഇംഗ്ലീഷ് പള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഇടവക്കാർ ഒരുപാട് പേര് ഗ്രൂപ്പായിട്ട് പോയി. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴേക്ക് മതാമ്മമാരായ ഭക്തരായ സ്ത്രീകളാണ് അവർ പലരും പറഞ്ഞു, ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നിപ്പോയെന്നാ പറഞ്ഞു. കർത്താവിനെ ചമ്മട്ടിക്ക് പ്രകരിക്കുന്ന രംഗം കണ്ടിട്ട് ചിലരൊക്കെ ബോധം കെട്ട് വീണു തിയേറ്ററിൽ തന്നെ. അപ്പോൾ ഈ നോമ്പുകാലം എന്ന് പറയുന്ന സത്യത്തിലെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ഡെപ്തിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങി 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 ചെല്ലേണ്ട സമയമാണ്. നമ്മൾ ഇന്ന് കുർബാനയില് നമ്മൾ കേട്ടല്ലോ, കർത്താവ് മരുഭൂമിയിലെ കർത്താവിന്റെ വാസം, ലെന്റിന്റെ ഈ ഗ്രേറ്റ് ലെന്റിനെ ആസ്പദമായിട്ട് പഠിപ്പിക്കുന്നത് അതാണ്. നമ്മുടെ കർത്താവ് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയാണത്. മരുഭൂമിയിൽ ഞാൻ പോയിട്ടില്ല, എനിക്ക് അറിയില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമ്മളും എല്ലാവരും പറഞ്ഞു കേട്ട് കാണുന്നതാണ്. പക്ഷെ രാത്രി മുഴുവനും കൊടും തണുപ്പും പകല് മുഴുവനും ചുട്ടുപൊള്ളുന്ന വെയിലും. ഒരിടത്ത് ഒരു ചെറിയ തണൽമരം പോലും ഇല്ല കയറി നിൽക്കാനായിട്ട്. അപ്പൊ അവിടെ ഈ 40 പകൽ മുഴുവനും കർത്താവ് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് 40 ദിവസം മുഴുവനും ചെലവഴിക്കുന്നു. 40 രാത്രികളിൽ കർത്താവ് തണുത്ത് വിറയ്ക്കുന്നു. അതിനേക്കാൾ ഉപരിയായി നരകത്തിൽ നിന്ന് ലൂസിഫർ തന്നെ നേരെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് കർത്താവിനെ കഠിനമായി പരീക്ഷിക്കുന്നു. അപ്പം ആ നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു സഹനത്തിന്റെ കാലം തന്നെയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ യേശുവിന്റെ പീഡാസഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിൽ ഞങ്ങളെ പങ്കാളിയാക്കിയല്ലോ എന്ന കുർബാനയിലെ പ്രാർത്ഥന അർത്ഥവത്താകുന്നത് നമ്മൾ ഈ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ക്രിസ്തു അതാണ് പിന്നീട് കർത്താവിന്റെ പീഡാസഹനവും മരണവും സംഭവിച്ചതോടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ചില ശിഷ്യന്മാർ. അതുകൊണ്ടാണല്ലോ ആ 2 ശിഷ്യന്മാര്, എമ്മാവൂസിലേക്ക് ശിഷ്യന്മാര്, അവർക്ക് സ്കാൻഡൽ ആയിപ്പോയി. കാരണം അവര് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെയൊന്നുമല്ല. നമുക്ക് ആ ഭാഗം കൂടെ വായിക്കാം. ലൂക്കാസ് സുവിശേഷം 24-ാമത്തെ അധ്യായം. അത് മുഴുവൻ വായിക്കാൻ സമയമില്ല, നമുക്ക് അവസാനത്തെ ഭാഗം മാത്രം വായിച്ചാൽ മതി. അവര് പറയാണ്, അവരെന്തുകൊണ്ടാണ് അവർ മ്ലാന അവതരനായി പോകുന്നതെന്ന് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. വഴിപോക്കനാണെന്നുള്ള മട്ടിൽ അഭിനയിച്ച് ഈശോ ചോദിക്കുകയാണ്. അപ്പോൾ അവരിൽ ക്ലെയോപ്പാസ് എന്ന പേരുള്ളവൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെ, അവരുടെ വാക്ക് ശ്രദ്ധിക്കുക, അവൻ ദൈവത്തിനെയും ജനം മുഴുവന്റെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ, കണ്ടോ, ശക്തി പ്രകടനം, ശക്തനായ പ്രവാചകനായി. ഞങ്ങളുടെ പ്രധാന പുരോഹിതന്മാരും ഭരണാധിപന്മാരും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ ക്രൂശിക്കുകയും ചെയ്തു. ഇവൻ ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ഉള്ളവൻ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു.
ഇതിനൊക്കെ പുറമെ ഇവയെല്ലാം സംഭവിച്ചത് 3 ദിവസമാണ്. ഇന്ന് ഇത് 3-ാം ദിവസമാണ്. മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു, എന്നാൽ അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനം ഉണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നെന്നും അറിയിച്ചെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞ പോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. ഇവിടെയാണ് ഈശോ ഇടപെടും. നോക്കുക, 25-ാം വാക്യം, ലൂക്ക 24:25 വാക്യം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, പോഷന്മാരെ, പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ക്രിസ്തു ഇതെല്ലാം സഹിച്ച്, കണ്ടോ, യെശയ്യാ പറയുന്ന സഹനദാസനാണ് ക്രിസ്തു. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അനന്തരം മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും ലിഖിതങ്ങളിലെല്ലാം തന്നെ പറ്റി എഴുതിയിരുന്നവ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അത് ഭയങ്കര അനുഭവമായിപ്പോയി അവർക്ക്. അതിനുശേഷം അവര് അതേപ്പറ്റി ഒരു സാക്ഷ്യം പറയുന്നുണ്ട് 32-ാം വാക്യത്തിൽ. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മോട് ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? ആ ക്രിസ്തു രഹസ്യം, ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, നമ്മൾ പഠിക്കാൻ തുടങ്ങിയെന്ന്. ഇത് അറിയും തോറും നമ്മുടെ ഹൃദയങ്ങളും ജ്വലിക്കുക. ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഹൃദയം സുഖപ്പെടുക എന്നൂടെ അർത്ഥമുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17:9 പറയുന്നത്, ഹാർട്ട് ഈസ് ദ മോസ്റ്റ് ഡിസീറ്റ്ഫുൾ തിങ് ദർ ഈസ് ആൻഡ് ഡെസ്പറേറ്റ്ലി വിക്കഡ്. ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതും ശോചനീയമാമണ്ണം ദുഷിച്ചതുമാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാവരുടെയും ഹൃദയം. അല്ല, ഹൃദയം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹാർട്ടല്ല, മനസ്സ്, ദ കോർ ഓഫ് അവർ ബീയിങ്. അത് സുഖപ്പെടും ഈ രഹസ്യം കേൾക്കുമ്പോൾ. ഏതാ? ക്രിസ്തുവിന്റെ രഹസ്യം കേൾക്കുമ്പോൾ, ക്രിസ്തു എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അവൻ പാടുപീഡകളേറ്റ് സഹിച്ച് മരിച്ച് മഹത്വത്തിൽ പ്രവേശിക്കുന്നവനാണ് ക്രിസ്തു. മനുഷ്യരിൽ നിന്ന് അന്യായമായ വിധിയും അന്യായമായ മർദ്ദനങ്ങളും അന്യായമായ മരണവും പരാതി കൂടാതെ ഏറ്റെടുത്തിട്ട് അതെല്ലാം മഹത്വമാക്കി മാറ്റുന്നവനാണ് ക്രിസ്തു. അതാണ് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തത്. പ്രവാചകന്മാര് പ്രതീക്ഷിച്ചിരുന്നതും തന്നെ പറ്റി മെശിഹായെ പറ്റി പറഞ്ഞതെല്ലാം തന്നിൽ മുഴുവൻ പൂർത്തിയായി. ഇത് സമാപിക്കുമ്പോൾ CCCയിലെ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രബോധനം കൺക്ലൂഡ് ചെയ്യാം. ഖണ്ഡികയാണ് CCC 436 ഖണ്ഡിക. അഭിഷിക്തൻ എന്നർത്ഥമുള്ള മിശിഹ എന്ന ഹീബ്രു വാക്കിന്റെ ഗ്രീക്ക് പരിഭാഷയിൽ നിന്നാണ് ക്രിസ്തു എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്ന ദിവ്യ ദൗത്യം, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വാക്ക് ക്രിസ്തു അഥവാ മിശിഹ എന്ന വാക്ക് ഇത് സൂചിപ്പിക്കുന്ന ദിവ്യ ദൗത്യം യേശു പൂർണ്ണമായി നിർവഹിച്ചതിനാൽ ക്രിസ്തു എന്നത് യേശുവിന് യോജിച്ച പേരായി തീർന്നു. അങ്ങനെയാണ് നമ്മൾ യേശുക്രിസ്തു 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 എന്ന് പറയുന്നത്. യേശുവിന്റെ വീട്ടുപേര് പോലെയായി തീർന്നത് യേശുക്രിസ്തു. സെക്കൻഡ് നെയിം യേശുക്രിസ്തു, ക്രിസ്തു. എന്താണ് കാരണം? ക്രിസ്തു അഥവാ മിശിഹായെ പറ്റിയുള്ള പഴയ നിയമ പ്രവചനങ്ങളും പ്രതീക്ഷകളും അക്ഷരം പ്രതി ഈശോ എന്ന നസറത്തുകാരനായ അവനിൽ പൂർത്തിയായതുകൊണ്ട് ഈ ക്രിസ്തു എന്ന പേര് അവനെ ഏറ്റവും യോഗ്യമായി തീർന്നു, തികഞ്ഞതായി തീർന്നു. അതുകൊണ്ട് വേറെ ആരെയും ക്രിസ്തു എന്ന് വിളിക്കുന്നില്ല. ലോകത്തിൽ വേറെ ആരെയും ക്രിസ്തു എന്ന് വിളിക്കാൻ പറ്റുകയില്ല. യേശുവിനെ മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ. യേശു ക്രിസ്തു, യേശു ക്രിസ്തു, യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. നമ്മളുടെ പേരെന്താ? ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ. യേശു ആനികൾ എന്നല്ല പറയുന്നത്, ക്രിസ്ത്യാനികൾ. എന്താ അർത്ഥം? ഇത് തന്നെ. നമ്മുടെയും മനുഷ്യകുലത്തിന്റെയും പാപപരിഹാരത്തിനായി
സഹനം നിറഞ്ഞ, ത്യാഗം നിറഞ്ഞ, ക്ലേശം നിറഞ്ഞ ഒരു വഴിയിലൂടെ കടന്നുപോയി മഹത്വത്തിൽ പ്രവേശിക്കേണ്ടവർ. പോൾ ആറാമൻ മാർപ്പാപ്പ ഇന്ന് സെയിന്റ് ആണെന്ന് അറിയാലോ. ആറാം പൗലോസ് മാർപ്പാപ്പ ഇന്ന് സെയിന്റ് ആണ്, സഭ സെയിന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്യമുണ്ട്, EWTN കൂടെ എഴുതി കാണിച്ചിരുന്ന ഒരു വാക്കാണ്. മുമ്പ് കുറെ കൊല്ലങ്ങൾക്ക് EWTN കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വാക്കാണ്. അതിങ്ങനെയാണ്: ക്രിസ്ത്യൻ ലൈഫ് ഈസ് സാക്രിഫൈസ്. ക്രിസ്തീയ ജീവിതം സുഖത്തിന്റെ ജീവിതമല്ല, സാക്രിഫൈസിന്റെ ജീവിതമാണ്. ഇന്ന് പെത്തുറത്ത എന്നാണ് പറയുന്നത്. പെത്തുറത്തന്റെ ഇതിന് നമ്മുടെ സിറോ മലബാർ സഭയുടെ പഞ്ചാംഗത്തിൽ, ആരാധനാക്രമത്തിലെ പഞ്ചാംഗത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുകയാണ്: ദിസ് ഡേ മാർക്സ് ദി എൻഡ് ഓഫ് സംപ്ച്വസ് ഫുഡ് ആൻഡ് സെലിബ്രേഷൻ. ദിസ് ഡേ മാർക്സ് ദി എൻഡ് ഓഫ് സംപ്ച്വസ് ഫുഡ് ആൻഡ് സെലിബ്രേഷൻ. നോമ്പ് കാലം നമ്മൾ ഭക്ഷണ കാര്യങ്ങളിലും മറ്റെല്ലാ ആഘോഷങ്ങളിൽ നിന്നും മാറിയിട്ട് കർത്താവായ ഈശോയുടെ സഹനത്തിലേക്ക് നമ്മുടെ ഫോക്കസ് മുഴുവൻ തിരിക്കുക, രാവും പകലും. അതിനുള്ള കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.